So, welcome to the 26th day of our 28-day gratitude practice based on the book Rhonda Byrne. Rhonda Byrneന്റെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസ് എന്ന ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലെ 26ാമത്തെ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇന്നലെ നമ്മൾ ക്യൂ മാജിക് ആണ് ചെയ്തത്. അഗെയിൻ ഐ എം റിക്വസ്റ്റിംഗ് യു, നിങ്ങൾ ഈ പറയുന്ന എല്ലാ എക്സസൈസുകളും ഏതെങ്കിലും രീതിയിൽ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ലൈഫിലെ പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾ ഒരു ദിവസത്തെ പല ഘട്ടങ്ങളിലായിട്ട് പല എക്സസൈസുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. സോ വെൽക്കം ബാക്ക് ടു ദ 28 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇന്ന് നമ്മൾ പറയണത് 26ൽ മാജിക്കലി ട്രാൻസ്ഫോം മിസ്റ്റേക്സ് ഇൻ ടു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മിസ്റ്റേക്സ് അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ മാജിക്കലി, അതായത് ടു എർൺ ഇസ് ഹ്യൂമൻ എന്ന് പറഞ്ഞ തെറ്റ് മാനുഷികമാണ്, ടു ഫൊർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറയുന്നത്. സഹിക്കുക, ക്ഷമിക്കുക ദൈവികമാണ്. അപ്പോൾ മാനുഷികമായ തെറ്റുകളെ ബ്ലെസ്സിങ്സ് ആക്കി മാറ്റാനുള്ള ഒരു മിനിറ്റ് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആക്കി മാറ്റാനുള്ള ഒരു എക്സസൈസ് ആണെന്ന് പറയുന്നത് മാജിക്കലി ട്രാൻസ്ഫോം യുവർ ബ്ലെസ്സിങ്സ് ഇൻ ടു മിസ്റ്റേക്സ്. ഓക്കെ. എ ചൈൽഡ് മേക്സ് മെനി മിസ്റ്റേക്സ് വൈൽ ലേണിംഗ് ടു ഡ്രൈവ്. അതായത് ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പഠിക്കുമ്പോൾ ഒരു കുട്ടി ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മിസ്റ്റേക്കുകൾ ഒന്നും തന്നെ അവൻ അത്ര കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ കുട്ടി ഹീസ് നോട്ട് അറ്റ് ഓൾ ബോധേഡ്. അവൻ്റെ തെറ്റുകളെ പറ്റിയിട്ട് അവൻ ബോധവാനേ അല്ല. ഒരു പക്ഷേ 25ാമത്തെ വയസ്സിലാണ് നമ്മൾ നടക്കാൻ പറ്റും. നമ്മൾ ദൈവം പറയുവാണ് നീ 25 വയസ്സ് തുടങ്ങിയാൽ നടക്കുകയുള്ളൂ എന്ന് പറയാം. നമ്മൾ ആരെങ്കിലും നടക്കാൻ പഠിക്കൂല. കാരണം എന്താണ്, നമ്മൾ വീഴുമ്പോൾ അപ്പം നമ്മൾ കോൺഷ്യസ് ആവും, അയ്യോ ഞാൻ വീണ് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ധാരണയിലേക്ക് വരും. അപ്പം നമ്മൾ നടക്കുന്നവർ കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, നടക്കാത്ത ഒരു വിഭാഗം, നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകൾ മാത്രം നടക്കുന്ന, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കി. അപ്പോൾ ദൈവം അറിഞ്ഞിട്ടാണ് കുഞ്ഞിലെ 1 വയസ്സാകുമ്പോൾ തുടങ്ങി നടക്കാൻ പഠിപ്പിക്കുന്നത്. കാരണം വീണ പ്രശ്നമല്ല, വീണാൽ ഇത്രയേ ഉള്ളൂ, പൊടി തട്ടി നടന്ന് എഴുന്നേറ്റ് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ആര് കണ്ടു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു കുട്ടിയുടെ പോളിസി. ഓക്കെ. അഡൽട്സ് ആർ സോ ഹാർഡ് ഓൺ ദ മിസ്റ്റേക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ വലുതാവും തോറും നമ്മുടെ മിസ്റ്റേക്കുകളിൽ നമ്മൾ ഒത്തിരി ക്ലിങ് ഓൺ ചെയ്യണത്, ഒത്തിരി നമ്മൾ ആ മിസ്റ്റേക്കിനെ പറ്റി ആലോചിച്ച് ബോധവാന്മാരാകുന്നത്? കാരണം നമ്മുടെ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ഞാനെന്ന ഭാവം, ഞാൻ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ്, പക്ഷേ നമ്മൾ എന്തൊക്കെയാണെന്നല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ്, നമ്മളെല്ലാമാണ്. പക്ഷെ ആ ഒരു ഈഗോ തെറ്റ് ചെയ്യാൻ അനുവദിക്കാതെ എന്നെ ഹേർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം എന്നുള്ളൊരു ഫിലോസഫി അത് വരുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ഈഗോ ഉള്ള ഒരാൾക്ക് ഒരു ഭാഷ പഠിക്കാൻ പറ്റുമോ? ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോയി. ഏറ്റവും കൂടുതൽ ആളുകൾ ഭാഷ പഠിക്കുമ്പോൾ പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഇതാണ്, ഞാൻ തെറ്റിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. മറ്റുള്ളവർ ക്യാ കഹാഗ ലോഗ്, സന്ദീപ് മഹേശ്വരിയുടെ ഒരു വീഡിയോ, ക്യാ കഹേഗ ലോഗ് ഈസ് എ സബ്സെ ബഡ രോഗ് എന്ന് പറഞ്ഞേക്കാം. അതായത് മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതെ, ശരിക്കും എത്ര വയസ്സായാലും അവരുടെ ഉള്ളിൽ മറ്റുള്ളവരെന്ന് ഒരായുസ് തീർന്നു പോകണമെന്നറിയില്ല മറ്റുള്ളവർ വിചാരിക്കുന്നത് നോക്കിയിരുന്നു, സത്യം. അപ്പോൾ മറ്റുള്ളവർ എന്ത് വേണേലും വിചാരിച്ചവരുടെ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ബോധവും അനുസരിച്ച് അവർക്ക് എന്ത് വേണേലും വിചാരിക്കാം. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് പൂർണ്ണമായും അവരുടെ കയ്യിലുള്ള കാര്യമാണ്. അത് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ തെറ്റുകളെ ബ്ലെസ്സിങ്സ് ആക്കി എങ്ങനെ മാറ്റാം എന്നാണ് പറയുന്നത്. ടേക്ക് ഇറ്റ് ഈസി. തെറ്റുകളൊക്കെ ടേക്ക് ഇറ്റ് ഈസി. ഇറ്റ്സ് ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ തെറ്റുകളിൽ നിന്ന്, ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠം നമ്മൾ ഉൾക്കൊള്ളാം. പഠിച്ച പാഠം ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് ഒരുപാടൊന്നും തെറ്റുകൾ വരാതെ പിന്നെ സൂക്ഷിക്കാം. തെറ്റിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ. വി ഹാവ് ദ ഫ്രീഡം ടു മേക്ക് മിസ്റ്റേക്സ്. നമുക്ക് തെറ്റ് പറ്റിക്കാനുള്ള, തെറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. തെറ്റി ശരിയാകാനുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട്. നമ്മൾ ആ ഫ്രീഡം എടുക്കുക. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്, അതർവൈസ് നമ്മൾ ആ ഒരു പെയിൻ കൊണ്ട് കാര്യമില്ല എന്ന് പറയാം. അതായത് നമ്മളൊരിക്കൽ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ നിന്നും പാഠം പഠിക്കണം.
അല്ലെങ്കിൽ ആ പെയിൻ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ ഒരാൾ നമ്മൾ പറ്റിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരാളെ ഒരിക്കൽ നമ്മൾ പറ്റിച്ചു കഴിഞ്ഞാൽ അത് അത് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ കാലാകാലം, കാരണം നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിത്തുണ്ട്. ആ വിത്ത് അത് ആ ഒരു സീഡ് ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. പിന്നെയും പിന്നെയും നമ്മൾ ആ ഒരു ഇല്ല, ചില ആളുകൾ എന്ത് ബിസിനസ് ചെയ്യാനും ക്ലച്ച് പിടിക്കില്ല. കാരണം എന്താണ്, അവർക്ക് അറിയില്ല ബിസിനസ്സിൽ ഒരുപാട് ഒരു എന്താ പറയുക, എൻ്റെ പേഴ്സൺ ഞാൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണ്. അയാൾ ഒരുപാട് കൈൻഡാണ് ആള്. സാധനങ്ങളൊക്കെ വാങ്ങിക്കും ആള്. ബിസിനസ് ചെയ്യുമ്പോൾ ആൾക്കറിയില്ല സത്യത്തിൽ ആള് മനസ്സ് അങ്ങനെ അപ്പോൾ ഒരു എത്തിക്സ് ഉണ്ട് ബിസിനസ്സിന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആരോ പറഞ്ഞ പോലെ ബിസിനസ്സിൽ പണമാണ് അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്കിൽ മാത്രമേ നമുക്ക് അത് വളരാൻ പറ്റുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു സ്പിരിറ്റ് നമ്മൾ ഉണ്ടാക്കണം. വി ആർ ജസ്റ്റ് ഗ്രോയിങ്, വി ഹാവ് ദ ഫ്രീഡം ടു മേക്ക് മിസ്റ്റേക്സ്, ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്, അതർവൈസ് നോ യൂസ് ഓഫ് ദ പെയിൻ. ലോ ഓഫ് അട്രാക്ഷൻ മിസ്റ്റേക്കുകളിൽ പിന്നെയും പിന്നെയും വർക്ക് ചെയ്യുകയും പിന്നെയും പിന്നെയും സെയിം മിസ്റ്റേക്ക് നമ്മൾ പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കും. ടിൽ വി ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ ആ പാടിൽ നിന്നും പാഠം പഠിക്കണവരെ നമ്മൾ ആ മിസ്റ്റേക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ പാഠം പഠിക്കണം. ഓൺ യുവർ മിസ്റ്റേക്സ് ഓർ വി ബ്ലെയിം അതേഴ്സ് ഫോർ ദ മിസ്റ്റേക്ക്. അതായത് നമുക്കൊരു തെറ്റ് പറ്റിയാൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുക. എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, അത് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ അറിവില്ലായ്മയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ അവർ കാരണമാണ് ഇങ്ങനെ, ഇവർ കാരണമാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും നമുക്ക് അതിനെ നേരുണ്ടാവുള്ളൂ. ഓക്കെ. ഉദാഹരണം പറയാം, നമ്മൾ സ്പീഡായിട്ട് വണ്ടി ഓടിച്ച് പോയേന്, നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഓവർ സ്പീഡൊക്കെ ആണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതൊക്കെ വണ്ടി ഓടിച്ച് വെക്കുവാണെങ്കിൽ പോലീസുകാർ നമ്മളെ പിടിക്കില്ലേ? അതായത് പോലീസുകാർ വളവിലൊക്കെ ആയിരിക്കും നിൽക്കണം, അവർ ഒളിച്ചൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക. എന്നിട്ട് പോലീസുകാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതായത് തെറ്റ് നമ്മുടെ ഭാഗത്താണ്. അത് എത്രത്തോളം നമ്മൾ അതിനെ ആർഗ്യുമെന്റ്സ് നടത്തുന്നു അത്രത്തോളം നമ്മൾ സഫർ ചെയ്യും, അത്രത്തോളം ആ കേസ് എക്സ്റ്റെൻഡ് ചെയ്യും, അത്രത്തോളം അവിടെ ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാവും. തെറ്റ് എൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്തേക്കുക, അതിൽ നിന്ന് പാഠം പഠിക്കുക, അടുത്ത പ്രാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ പറയുക, ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെയും പോലീസുകാർ പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലീസുകാർ പിടിക്കാതിരിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ യൂസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. നമ്മുടെ ഇന്നത്തെ ഇത് പറയുന്ന ടോപ്പിക്ക് പറയുന്നത് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കാൻ, മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ പഠിച്ച പാഠത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഓക്കെ. ബിഗ് ഓർ സ്മോൾ, ചൂസ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. വൺ ഹേർട്സ് യു വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ. അതായത് നമ്മൾ ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്, ആ ഒരു വേദനയെ പറ്റി നമ്മൾ കൂടുതൽ കൂടുതൽ ആ വേദനയെ പറ്റി ബോധവാന്മാരാകുമ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു 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 അവസരത്തിൽ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ പോവുകയാണ്, വി ലോസ്റ്റ് അവർ ടെമ്പർ, നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുവാണ്. അപ്പോൾ ആ ദേഷ്യം വന്നതിൽ നിന്ന് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് പെട്ടെന്ന് ഒരിക്കൽ ദേഷ്യം വന്നതുകൊണ്ട് നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് സഫർ ചെയ്യും അല്ലേ. ആ സഫർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള ഐഡിയ നമ്മൾ ഉണ്ടാക്കി, അപ്പോൾ ആ ദേഷ്യം ഹീൽ ചെയ്യാനുള്ള ഒരു 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 ടെൻഡൻസി നമ്മൾ എടുക്കണം എന്ന് പറയണം. അല്ലാതെ ദേഷ്യം വന്നു എന്ന് ആലോചിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടുകയല്ലേ വേണ്ട. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ദേഷ്യം വരാം, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ദേഷ്യം വരാം. പക്ഷെ ആ ദേഷ്യം വന്നതുകൊണ്ട് എനിക്കുണ്ടായ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ നമ്മൾ പഠിക്കണം എന്ന് പറയാം. അതേപോലെ ഒരു കാര്യത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക. അതായത് എന്തും നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ട് അതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ളൊരു നിലപാട് നമ്മൾ എടുക്കണം. ഓക്കെ. അല്ലെങ്കിൽ നമ്മളൊരു നുണ പറഞ്ഞു പോയി, എന്തെങ്കിലും ഒരു നിസ്സാരമായ നുണ പറഞ്ഞു ഒരു ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസിൽ, അപ്പോഴും നമുക്ക് ഒരുപാട് സങ്കട വിഷമമൊക്കെ വരും. ഇതൊക്കെ മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കും. ചൂസിങ് ദ ചീപ്പർ ഓപ്ഷൻ ഫോർ എനിത്തിങ്, ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ബാക്ക് ഫെയർ. അതായത് നമുക്ക് പറ്റുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ മിസ്റ്റേക്ക് എടുത്ത് ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. 2 ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ലുക്ക് ഫോർ ദ തിങ്സ് ടു ബി ഗ്രേറ്റ്ഫുൾ. അതായത് ആ തെറ്റിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രേറ്റ്ഫുൾ ആവേണ്ടതെന്നുള്ളത് മനസ്സിലാക്കേണ്ട. ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഡിഡ് ഐ ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. ഈ തെറ്റിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത്? വാട്ട് ഡിഡ് ഐ ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.
നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ ഒരാൾ പറ്റിച്ചു, അല്ലെങ്കിൽ ഒരാളെ ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അതിൽ നിന്നും ഞാൻ പഠിച്ച പാഠം എന്താണ്? വാട്ട് ഡിഡ് ഐ ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്? എന്നിട്ട് ആ പാഠം ഉൾക്കൊള്ളുക. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഗുഡ് തിങ്സ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ദിസ് മിസ്റ്റേക്ക് ആൻഡ് ആൾട്ടേർഡ് ഫോർ ദ ബെറ്റർ തിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതായത് ഈ തെറ്റ് എനിക്ക് പറ്റിയിൽ നിന്നും എനിക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോലീസുകാർ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിൽ നിന്നും എനിക്ക് സംഭവിച്ച നല്ല കാര്യം എന്താണ്? ഞാൻ പഠിച്ചു എന്താണ് റോഡ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു, നിയമങ്ങൾ അനുസരിക്കണമെന്ന് പഠിച്ചു, അല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവുമെന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ 10 കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയാം. ഇവിടെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഒരു മിസ്റ്റേക്ക് ബ്ലെസ്സിങ് ആക്കി മാറ്റുക എന്ന് വെച്ചാൽ, ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾക്ക് 10 ബ്ലെസ്സിങ്സിന് നന്ദി പറയാം. ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറി ബ്ലെസ്സിങ്സ് യു ഫൈൻഡ് ഹാസ് എ മാജിക്കൽ പവർ. നിങ്ങൾ നിങ്ങൾ കണ്ട എല്ലാ തെറ്റുകൾക്കും ഒരു മാജിക്കൽ പവർ ഉണ്ട്, അതിലൊരു കുറേ ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സ് നിങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ പോലീസ് ഫോർ വാണ്ടിങ് മീ ടു പ്രൊട്ടക്ട് മീ ഫ്രം ദ ഹാംഫുൾ മൈസെൽഫ്. അതായത് ഞാൻ പോലീസുകാരോട് നന്ദിയുള്ളവരാണ്. എന്തിനു നന്ദിയുള്ളവരാണ്? കാരണം പോലീസുകാർ ആഗ്രഹിക്കുന്നു ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കണമെന്ന് പോലീസുകാർ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ സേഫ്റ്റി ഞാനല്ലാതെ വേറൊരാളും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് അവരോട് നന്ദി പറയാം. അങ്ങനെ അങ്ങനെ 10 രണ്ടാമത്, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ പോലീസ് ബിക്കോസ് ഇഫ് ഐ എം ഹോണസ്റ്റ് വിത്ത് മൈസെൽഫ് ഐ വാസ് തിങ്കിങ് അബൌട്ട് അതർ തിങ്സ് and I wasn't okay. For a second. Okay. I am grateful to the police because it was foolish to put myself at risk speeding with a tire that needed to be replaced. അതായത് ഞാൻ വണ്ടിയുടെ ഒരു ടയർ റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഞാനത് റീപ്ലേസ് ചെയ്യാതെ വളരെ സ്പീഡിലാണ് സഞ്ചരിച്ചിരുന്നത്. അത് എനിക്ക് മനസ്സിലാക്കി തന്ന പോലീസുകാരനോട് എനിക്ക് നന്ദിയുള്ളവനാണ് എന്ന് പറയണം. അപ്പോൾ 10 ബ്ലെസ്സിങ്സ് നമ്മൾ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് ആലോചിച്ച് തെറ്റ് പറ്റാം, ആ തെറ്റ് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാതെ എങ്ങനെ അത് ബ്ലെസ്സിങ് ആക്കി മാറ്റാം? ആ തെറ്റിൽ നിന്ന് നമ്മൾ പഠിച്ച 10 അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യണത്, നിങ്ങൾ ഇന്ന് സംഭവിച്ച ഒരു 10 ഒരു മിസ്റ്റേക്ക് ആലോചിക്കുക. ഒരു മിസ്റ്റേക്ക് ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ച, അല്ലെങ്കിൽ ഇന്നലെ ഇന്നോ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആലോചിക്കുക. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന 10 ബ്ലെസ്സിങ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പം തന്നെ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ആലോചിക്കുന്നുണ്ടോ, ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് തെറ്റാണ് അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ഒരു കാരണം മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? തെറ്റാണെന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലേക്ക് വരുന്നുണ്ടോ? അതിൽ നിന്ന് നമുക്ക് 10 ബ്ലെസ്സിങ്സ് തിരിച്ചെടുക്കാം. നമുക്ക് കേൾക്കില്ല, ആലോചിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾക്കൊരു ഉദാഹരണം പറയാമോ? നിങ്ങൾ തെറ്റായിരുന്നു നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ചെയ്ത തെറ്റായിരുന്നു തോന്നിയൊരു കാര്യം. ജസ്റ്റ് ഒന്ന്, വലിയ തെറ്റൊന്നും പറയണ്ട, ചെറുതായിട്ട് പറഞ്ഞാൽ മതി. എന്റെ മീറ്ററിന്റെ അളവിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. മീറ്റർ? എന്ത് മീറ്റർ? വണ്ടിയുടെ മീറ്ററോ? അല്ല, ഇത് നമ്മളെ പ്രോഡക്റ്റ് അളക്കണ മീറ്റർ ഉണ്ടല്ലോ, ആ ആ ആ ആ, അത് ലിറ്റർ മീറ്റർ. മനസ്സിലായി, ആ കൂടി സാധനം കൂടുതൽ വരും, മീറ്ററിൽ കമ്മിയാ കാണിച്ചത്. ഓ ഓ ഓ ഓ, അപ്പൊ നമുക്ക് നഷ്ടം. നമുക്ക് നഷ്ടമല്ല, നമുക്ക് കസ്റ്റമറിന് ഭയങ്കര നഷ്ടം. ഓ, എന്നിട്ട് എങ്ങനെയാ തിരിച്ചറിഞ്ഞേ? അവര് കംപ്ലൈന്റ് പറഞ്ഞ് അങ്ങനെ ചെക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്? തിരുത്തി? അത് തിരുത്തി. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. ഓ, ഐ അപ്രീഷിയേറ്റ്, റിയലി അപ്രീഷിയേറ്റ്. അത് ഇങ്ങനെ പറയാൻ തോന്നിയവന്, നമ്മളെ ഒരു ചർച്ചയും ലൈവായി അത് പറയാനുള്ള ഒരു മനസ്സും കാണിച്ചു. അപ്രീഷിയേറ്റ്. ശരിക്കും അവിടെയൊക്കെ നമുക്ക് അങ്ങനെ ആരെങ്കിലും കംപ്ലൈന്റ് എടുത്ത പ്രശ്നമല്ലേ ആ നാട്ടിലൊക്കെ? ഇങ്ങനെ എന്തെങ്കിലും മീറ്ററിനൊക്കെ പ്രശ്നം എന്തായാലും, എന്നിട്ട് അങ്ങനെ വല്ല നടപടികളോ അങ്ങനെയൊക്കെ ഉണ്ടായോ? ഇല്ല. ഇതിന് നടപടി പറയാൻ ഇത് ഗവൺമെന്റ് ലീഗലല്ല നമ്മൾ ചെയ്യണത്. പക്ഷെ ഇതവര് സൗദിയിൽ നിന്നും ദുബൈയിൽ നിന്നൊക്കെ വരുന്ന വണ്ടിക്കാർ അവിടെ റേറ്റ് കുറച്ച് കിട്ടും അവർക്ക് പമ്പിന്ന്. അത് നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാണ് അവര് ചെയ്യുന്നത്.
ആ, അപ്പൊ നമ്മളെ മീറ്ററിൽ ഡിഫറൻസ് വരുമ്പോ അവർക്ക് ഒരുപാട് നഷ്ടം വരും അതില്. അപ്പൊ അതെന്തായാലും തിരുത്തിയില്ല അതിന്. അത് ശരിക്കും നമുക്ക് അതിൽ നിന്നൊരു വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന് ഫൊഗീവ്നെസ് ചോദിക്കുക. ഒരു കളങ്കവും നമ്മുടെ മനസ്സിൽ വെക്കണ്ട, നമുക്ക് മനസ്സിലായി തെറ്റാണെന്ന്. അപ്പൊ അതിന് ഫൊഗീവ്നെസ് ചോദിക്കുക, ശരിക്കും മാപ്പ്, ഹോപ്പനോപ്പനോ ചൊല്ലുക, അല്ലെങ്കിൽ ഫൊഗീവ്നെസ് പറയുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇതിൽ നിന്ന് 10 ബ്ലെസ്സിങ് എന്നാണ്. പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇന്നലെ വർക്ക് എടുത്തില്ല, അത് ക്ലിയർ ചെയ്തിട്ട് ഇനി വർക്ക് എടുക്കണുള്ളൂ വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു മിനിയാന്നത്തോട് കൂടിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നലെയാണ് ഇപ്പൊ ക്ലിയർ ആയത് ഇന്നാണ് ഫാൾട്ട് എന്നുള്ളത്. അതിന്റെ ഒരു സമാധാനം ഉണ്ട് അല്ലേ? സമാധാനം ഇല്ലേ? ഉണ്ട് 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 ഉണ്ട്. അതാണ് 10 അത് ബ്ലെസ്സിങ്. നമ്മളെ കസ്റ്റമർ റിപ്പീറ്റ് വരില്ല, അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളതിൽ ഒരു മറുപടി നമുക്ക് കിട്ടി. ഓ, അത് നന്നായി. താങ്ക് ഗോഡ്. ദൈവത്തിന് ശരിക്കും നന്ദി പറയണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് പിന്നെ വരില്ല. അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ. ഒരാളുടെ തന്നെ വാങ്ങിച്ചാൽ പോരല്ലോ. ഉണ്ട്. അപ്പോൾ നമ്മുടെ തെറ്റുതിരുത്തൽ നമ്മുടെ ആവശ്യമാണ്. കസ്റ്റമേഴ്സ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് അതിന് നമ്മുടെ പ്രൊഡക്റ്റിന് വിശ്വാസത കൂടുക. ഒരിക്കൽ വാങ്ങിച്ച്, അതെ ഇപ്പൊ നിഷാദ് തന്നെ നമ്മുടെ ഫസ്റ്റ് ലെവൽത്ത് ക്ലബ് ലെവൽ 1 വന്നു, അത് 2 പ്രാവശ്യം വന്നു, പിന്നെ ഇതില് പ്രീമിയത്തിലൊക്കെ വന്നു വെച്ചാൽ അതിന്റെ ഒരു വിശ്വാസമാണ്. അത് എന്റെ കോൺഫിഡൻസും കൂട്ടും, നിഷാദിന് ഉള്ള ആ ഒരു അല്ലേ? അതാണ് അങ്ങനെ നമ്മൾ അതെ അതെ. റീസെയിൽ വാല്യൂ വരുമ്പോഴാണ്. പക്ഷെ അത് പറയുകയും ചെയ്തു വൈഫിനെ കൊണ്ടുവരുന്നതൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കൊടുക്കണ എപ്പോഴും ജെന്യുവൻ ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അതാണ് ഈ പറയണ, ഈ ഒട്ടകം സൂചിക്കുള്ളിലൂടെ പോകുന്ന പോലെയാണ് റിച്ച് ആയിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാന്ന്. അത് ശരിക്കും അതിന്റെ ഉദ്ദേശം ഇതാണ്. അവരുടെ ഓരോ പ്രവൃത്തികളും അളന്ന് തൂക്കപ്പെടും എന്നാണ് പറഞ്ഞേക്കണത്. അതിന് നമ്മൾ പറഞ്ഞു വന്നപ്പോ റിച്ച് ആവണ്ട, സ്വർഗത്തിൽ റിച്ചായ സ്വർഗത്തിൽ കയറൂലെന്നായി. അങ്ങനെയല്ല ശരിക്കും അത്. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് സമാധാനപരമായിട്ട് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിൽ. എല്ലാത്തിലും ആദ്യം ഒരു സ്ട്രഗിൾ, നമ്മളൊരു റൂട്ട് പിടിക്കണം, നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിന് നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മനസ്സിലാക്കണം, അതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ അത് ശരിക്കും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതിനൊരു റിവാർഡഡ് ആവും എന്നങ്ങോട്ട് വിശ്വസിക്കാം ഉറച്ച്. ഈ 2 മണി 3 മണി ഉറക്കവും ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്ന് താങ്ക് യു നിഷാദ് ഫോർ ഷെയറിങ് ദിസ്, ഒന്ന് ലൈവ് ആക്കിയതിന്. നിങ്ങളുടെ എന്താ ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഇല്ല. ഓക്കെ, വെൽക്കം. ഓക്കെ. നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കോട്ടെ. ഞാൻ പറയട്ടെ, ഞാനൊക്കെ നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ നമ്മളത് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കും. അയ്യോ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ്, മറ്റുള്ളവർ എന്നോട് തെറ്റ് ചെയ്ത് എനിക്ക് അത്ര പ്രശ്നമില്ല. അതെന്നാലും ഞാനൊരു വിക്റ്റിമായിട്ട് അന്നേരത്തെ ആലോചിക്കുമായിരുന്നു. എന്നാലും എന്നോട് ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമമാണ്. പക്ഷെ നമ്മൾ കാരണം ഒരാൾ വിഷമിച്ച് പിന്നെ ഇതിങ്ങനെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം, അങ്ങനെ പറ്റിപ്പോയല്ലോ പറ്റിപ്പോയല്ലോ. അതെന്താന്ന് അങ്ങനെ പറയണത്? സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റണേ. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ ബോൾഡ് ആവും. കാരണം തെറ്റ് പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവരോട് പറയും, അത് തിരുത്തും, ഖലാസ് അവിടെ നിർത്തി. പിന്നെ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് മനസ്സിൽ ഇങ്ങനെ വിങ്ങും കിടന്നുണ്ട്, അത് പറ്റിപ്പോയല്ലോ അത് പറ്റിപ്പോയല്ലോ. അത് നമ്മളെ താഴെട്ട്, കുറ്റബോധം ഏറ്റവും താഴത്തെ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ വൈബ്രേഷൻ ചാർട്ട് നോക്കിയിരുന്നു, അതിൽ കുറ്റബോധം ലോവസ്റ്റിൽ നിൽക്കണതാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് ഹയസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ചെയ്യണതിന്റെ ഒരു വ്യത്യാസം കണ്ടോ? ആ കുറ്റബോധം എന്തിന്റെ പേരിലായാലും നമ്മളെ താഴേക്ക് വലിക്കും. നമ്മൾ ചെയ്യണതിൽ വളർച്ച കാണിക്കില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് അത് സെൻസ് ചെയ്യും. ആളുകൾ ആ ഒരു രീതിയിൽ പിന്നോട്ട് നമ്മളോട് പെരുമാറുള്ളൂ. അപ്പൊ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. അതാണ് പറയുന്നത്, ചേഞ്ച് മിസ്റ്റേക്സ് ഇൻ ടു ബ്ലെസ്സിങ്സ്. മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് വരുന്നത് കുറ്റബോധമാണ്. ആ കുറ്റബോധത്തെ നമ്മൾ ഒഴിവാക്കാനായിട്ട് അത് ബ്ലെസ്സിങ്സ് ആയിട്ട് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ തെറ്റ് പറ്റിയത് കൊണ്ട് ഞാൻ പഠിച്ച 10 പാഠങ്ങൾ, ഞാൻ ഒരാളുടെ ഒരു കാര്യം, എനിക്ക് എന്താ പറയുക, ചോദിക്കാതെ ഒരാളുടെ ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് വെച്ച്, ഒരാളുടെ പെൻസിൽ, പേന, സ്കെയിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നെല്ലാം തോന്നിയിട്ടാണ് എടുക്കണേ. പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളോട് ചോദിച്ചിട്ട് അത് എവിടുന്ന കിട്ടുക, നമുക്ക് അനുഭവം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്ത് കാര്യം അത് എത്ര അടുപ്പുള്ള വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ ഡൊമൈനിൽ കയറി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അയാളുടെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം, പിന്നീട് ഒരു പ്രശ്നമില്ലാതിരിക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് എടുക്കുക, അതിന്റെ 10 നിങ്ങൾ എഴുതിയാലും മതി, 10 ബ്ലെസ്സിങ്സ് എടുത്തിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ഫോർ ലേണിംഗ് ദിസ്, താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ്, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത് നന്ദി നന്ദി നന്ദി. നമ്മളെക്കാൾ വലുതല്ല നമ്മുടെ മിസ്റ്റേക്കുകളൊന്നും. അത് ആദ്യം മനസ്സിലാക്കാം. ഞാൻ ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. സെൽഫ് ലവ് ഇല്ലാതിരുന്നപ്പോൾ ഈ കുറ്റബോധം ഭയങ്കരമായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മിസ്റ്റേക്കുകൾ ടു എർ ഇസ് ഹ്യൂമൻ.
തെറ്റ് മാനുഷികമാണ്. ടു ഫൊഗീവ് ഈസ് ഡിവൈൻ. നമ്മൾ ദൈവമായിട്ട് മാറുമ്പോൾ നമ്മൾ ഫൊഗീവ് ചെയ്യാൻ പഠിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൊഗീവ്നെസ് ആണ് സെൽഫ് ഫൊഗീവ്നെസ്. നമ്മൾ 3 തരത്തിലുള്ള ഫൊഗീവ്നെസ് പഠിക്കണ്ടില്ലേ? എന്താണ് സെൽഫ് ഫൊഗീവ്നെസ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ്, വളരെ വലിയൊരു കാര്യമാണ്. കുറ്റബോധത്തിൽ നീറുവാണ് പലരും. സെൽഫ് ഫൊഗീവ്നെസ്, ഫൊഗീവ്നെസ് ടു അതേഴ്സ്, ഫൊഗീവ്നെസ് ടു അവർസെൽഫ്. അപ്പോൾ ഈ 3 ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മുടെ വൈബ്രേഷൻ ഒക്കെ ഹൈ ആവും, നമ്മൾ കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ആളുകൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ എന്താണ് നിങ്ങളുടെ വൈബ്രേഷൻ എന്നുള്ളത് ആളുകൾക്ക് സെൻസിലാവും. ഇനി പണ്ടുണ്ടായിരുന്നു എന്നെ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ മനസ്സിലാക്കി, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാനാണെന്ന് മനസ്സിലായി. അങ്ങനെ അങ്ങനെ ഭയങ്കര സംഭവം കേട്ടോ. നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. തീരെ ഇല്ലായ്മയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറേ പ്രിൻസിപ്പിൾസ് പഠിച്ച് 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 നിങ്ങൾ ഒരു വർഷം നിങ്ങളൊന്ന് ലൈഫിൽ ഇതേപോലുള്ള കാര്യങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കും. ട്രസ്റ്റ് മീ ഓൺ ദിസ്. നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറും. ഇതൊക്കെ മാറുമ്പോൾ നമ്മളിലേക്ക് പൈസയും വന്നു തുടങ്ങും. ഉറപ്പാണ്. നമുക്ക് ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ നമുക്ക് നമ്മളോട് ആദ്യം തോന്നി തുടങ്ങും. നമ്മളോട് തോന്നിയാൽ മാത്രമേ അത് മറ്റുള്ളവരിൽ നമുക്ക് കിട്ടുള്ളൂ. ഉറപ്പാണ്. ആദ്യം നമുക്ക് നമ്മൾ നമ്മളോട് ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾ നമ്മളെ ബഹുമാനിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാളും ബഹുമാനിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 26. ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഈ 28 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഒരു ദിവസം ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഇതേപോലെ നടക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്. 3 പ്രാക്ടീസ് ആയില്ലേ? അടുത്ത ദിവസം ഒരു 3 എണ്ണം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 6 എണ്ണമായി. അടുത്ത ദിവസം 9 എണ്ണമായി. അങ്ങനെ 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 നിങ്ങൾ ചെയ്ത് ഇതിലെ 28 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ലൈഫ് മിറാക്കുലസ് ആയിട്ട് മാറും കേട്ടോ. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഇത് എൻ്റെ വാക്കാണ്. കാരണം ഐ നോ ദിസ്, ഐ എക്സ്പീരിയൻസ് ദിസ്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക. വേറെ ആർക്കെങ്കിലും ഇതാണ് നമ്മുടെ 26ാമത്തെ ദിവസത്തെ പ്രാക്ടീസിന് കുറച്ച് സമയം കൂടി ഉണ്ട്. നമുക്കിപ്പോൾ 9 കൊണ്ട് ക്ലാസ് ഇല്ല. അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് നമ്മൾ ഈ ഇതിലുള്ളവർക്ക് കേട്ടോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഓൾറെഡി വന്നവർക്ക് 9:30 തുടങ്ങി 10 മണി വരെ, എക്സാക്ട് 10 മണി വരെ ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു 20-25 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. നമ്മളൊരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുവാണ്. നമ്മളൊരു മെഡിറ്റേഷൻ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, അതായത് ഫസ്റ്റ് ലെവൽ വന്നവർക്ക് അറിയാമല്ലോ അവരെന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത്. ആ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടിത്തുടങ്ങും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, നിങ്ങൾ ആ ഒരു മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ആവും. അപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അടുത്ത ആഴ്ച തുടങ്ങി അങ്ങനെ ഒരു തിങ്കളാഴ്ച തുടങ്ങി അങ്ങനെ ഒരു പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇല്ലാത്തവർ വരിക. ഹോപ്പോനോപ്പിന് പ്രാക്ടീസ്, ഫൊഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവും ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. താങ്ക് യു ആബിദ. എനിക്ക് നിങ്ങളൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ വേണം. സത്യം പറയാലോ, എനിക്ക് നിങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സും എല്ലാം. എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫാമിലി. വേറെ വേറെ ജസ്റ്റ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോലും ഒരുപാട് കമ്മ്യൂണിക്കേഷനിൽ പോകാറില്ല. എൻ്റെ വീട്ടിൽ പോവും. പിന്നെ നിങ്ങളാണ് എൻ്റെ ലോകം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും വേണം, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് കുറേ പേരുണ്ട്. ഇപ്പോൾ ഒരു 30, 35, 40 പേരോളം നമ്മൾ 2 ബാച്ചായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളൊരു ഹീലിംഗ് പ്രാക്ടീസ്. അപ്പോൾ കൂടെ ഉണ്ടാവുക. ഹീലിംഗ് ഒരു ജേണിയാണ്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ബേസിക് കഴിഞ്ഞവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ സമയം വെറുതെ ആവില്ല കേട്ടോ. ഇത് എൻ്റെ വാക്കാണ്. കാരണം ഞാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇതൊക്കെ പഠിച്ച് കയറി വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പൈസയ്ക്കും ഒക്കെ പലതരത്തിലാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. അല്ലാതെ എനിക്കാരും മോൾ ഇതുകൊണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് പഠിച്ചോ, അല്ലെങ്കിൽ മോൾ ഇതുകൊണ്ട് TTP പഠിച്ചോ ഒന്നും പറഞ്ഞിട്ട് ആരും പൈസ തന്നിട്ടില്ല. പല പല രീതിയിൽ ചിലതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൈസ എടുക്കുമ്പോൾ അക്കൗണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് കഴിയ പോലെ കാലിയാവും. എന്നാലും സാരമില്ല, എനിക്ക് ഒരു ട്രസ്റ്റും ഇല്ലെങ്കിൽ ഞാൻ അവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ആ ക്ലാസ്സിന് ചേരും, അത് പഠിക്കും. പക്ഷെ അത് കഴിഞ്ഞ ഒരു മാസം മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് ആ പൈസ എനിക്ക് തിരിച്ചു വരും. അതാണ് അത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പഠിക്കുന്ന ഈ വിഷയത്തിലുള്ള ട്രസ്റ്റ്. 2, പൈസയിലുള്ള ട്രസ്റ്റ്. എൻ്റെ പൈസയാണ്, ഞാൻ അധ്വാനിച്ച പൈസയാണ്. അത് എന്നിൽ നിന്ന് പോകില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്.
അത് പല വഴിക്ക് വരും. നിങ്ങൾ അങ്ങനെ ഒരു ട്രസ്റ്റ് ആണ് പൈസയുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ആവശ്യം ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് ഒരു ഒരു എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു ടൂൾ വാങ്ങിക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടൂൾ വാങ്ങിക്കണത് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 10,000 ആണ് ഈ ഒരു ക്യാമറയ്ക്ക് ഞാൻ വാങ്ങിച്ചത്. ലോജിടെക്കിന്റെ ക്യാമറയാണ്. ഇത് ശരിക്കും മാക്കിൽ സപ്പോർട്ട് ആവണില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ മെന്റർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം പക്ഷെ മാക്കിൽ സപ്പോർട്ട് ആവണില്ല, മറ്റേ ഫോണിലും അതൊക്കെയാണ് സപ്പോർട്ട്. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിച്ച ഏതെങ്കിലും രീതിയിൽ ഞാനത് ഉപയോഗപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടൂളുകൾ എന്താണോ, നിങ്ങൾക്ക് വേണ്ട അറിവ് എന്താണോ, അത് കൂട്ടുക. അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതൊരിക്കലും ചെലവല്ല. ട്രസ്റ്റ് മീ ഓൺ ദിസ്. അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾ ചെലവാക്കിയതിന് 10 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തരും. ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരാള് ആ കേക്കിന് വേണ്ട ടൂൾസ് വാങ്ങിക്കണ്ടേ? അല്ലെങ്കിൽ അതിന് വേണ്ട ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ എന്താണോ അതൊക്കെ വേണ്ടേ? അല്ലാതെ കേക്ക് ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പൈസ ഇതിന് വേണ്ടിയിട്ടാണ്. പണം എന്ന് പറയുന്നത് വാല്യൂ എക്സ്ചേഞ്ച് ആണ്. നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ അതിലൊരു വാല്യൂ നമുക്ക് കിട്ടണം. ആ വാല്യൂ നോക്കിയാൽ മതി, അല്ലാണ്ട് എത്ര രൂപ ചെലവാക്കി എന്നുള്ളത്. ഞാൻ ഇപ്പോഴും റെഡിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് വന്നാൽ ഞാനത് ചേർന്നിരിക്കും. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, ഞാൻ പൈസ റെഡിയാക്കി ഞാനത് ചേർന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞേ. നമ്മളിലൊരു വിശ്വാസം വേണം, നമ്മുടെ ക്രിയേറ്ററിലൊരു വിശ്വാസം വേണം, നമ്മുടെ പ്രൊഡക്റ്റിലൊരു വിശ്വാസം വേണം. ഇത് വന്ന ബാക്കിയൊക്കെ നടന്നു. പിന്നെ പണത്തിലൊരു വിശ്വാസം വേണം. ഈ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെയും പിന്നെയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കണേ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇന്ന് നമ്മുടെ 26 ഡേ, 2 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. ഇനി 27, 28, 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ തിങ്കളാഴ്ച തുടങ്ങി നമുക്ക് ആ ഹീലിംഗ് സെഷൻസ് പറ്റുമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ ബുധനാഴ്ച തുടങ്ങാം. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ശരി. ലവ് യു ആൾ.